ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം യേശുവിൻ്റെ മാമോദീസായും ദൈവിക വെളിപാടും. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം യേശു യോഹന്നാനിൽ നിന്ന് സ്നാനമേൽക്കാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ ആകട്ടെ അവനെ വിലക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നിൽ നിന്ന് സ്നാനമേൽക്കുകയാണ് എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ? എന്നാൽ യേശു മറുപടിയായി അവനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ അതാ സ്വർഗം തുറക്കപ്പെട്ട് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം പറഞ്ഞു, ഇവൻ എൻ്റെ പുത്രൻ, പ്രിയപ്പെട്ടവൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സഭയെ മൊത്തം പിടിച്ചുകൊലുക്കുന്ന ഇടർച്ച എന്താണ്? സീറോ മലബാർ സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലിറ്റർജി പ്രശ്നമാണ്. ലത്തീൻ സഭയെ സംബന്ധിച്ചാണെങ്കിലോ ഒരുപക്ഷെ ജാതീയ പ്രശ്നങ്ങളാകാം. മൊത്തം ക്രൈസ്തവരെ സംബന്ധിച്ച്, ഭാരത ക്രൈസ്തവരെ സംബന്ധിച്ചാണെങ്കിലോ നാനാവശത്തു നിന്നുള്ള പീഡനങ്ങൾ, മർദ്ദനങ്ങൾ. ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിലാണെങ്കിൽ കുറേ ഇടർച്ചകളുണ്ട്. വൈദികരെ സംബന്ധിക്കുന്നത്. ക്രിസ്തു ധർമ്മം എന്ന് പറയുന്ന അതിനാണെങ്കിൽ ഒരു 30 കോടിയോളം ക്രിസ്ത്യാനികൾ മുസ്ലിംസിൻ്റെ ആക്രമണത്തിന് വിധേയരാണ്. അപ്പം ഇങ്ങനെ ഓരോ തലവേദനകളുണ്ട്. ആദിമസഭയിലെ ഏറ്റവും വലിയ തലവേദന എന്തായിരുന്നു? അത് യേശുവിൻ്റെ മാമോദീസയായിരുന്നു. യേശുവിൻ്റെ മാമോദീസ. ഈ മാമോദീസ എന്ന് പറഞ്ഞാൽ, അതായത് ജലസ്നാനം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഏറ്റുപറച്ചിലാണ്. ജ്ഞാനസ്നാനം തന്നെ പാപങ്ങൾ ഏറ്റുപറച്ചിലാണ്. പരാജയപ്പെട്ട പഴയ ജീവിതത്തോട് വിട പറയാനും പുതിയതൊന്ന് ആരംഭിക്കാനുമായി പാപനിവേദനം നടത്തി പുതിയ സൃഷ്ടിയാക്കുകയാണ് ഈ ജലസ്നാനത്തിലൂടെ അഥവാ മാമോദീസയിലൂടെ. യേശു ചെയ്യേണ്ടിയിരുന്ന ഒരു സംഗതിയായിരുന്നു അത്. അവനെങ്ങനെയാണ് പാപങ്ങൾ പറയാൻ കഴിയുക? പഴയ ജീവിതത്തിൽ നിന്ന് വിടുവിച്ച് പുതിയ ജീവിതം ആരംഭിക്കാൻ അവൻ എങ്ങനെയാണ് സാധിക്കുക? യോർദാന്റെ തീരത്ത് കാത്തു നിൽക്കുന്ന പാപികളുടെ വിവരണ കൂട്ടത്തിലേക്ക് യേശു സാൽമ്യപ്പെടുന്നതും തന്നെ ഇടകലർത്തുന്നതും നമ്മിൽ ഞെട്ടലുളവാക്കുന്നു. പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം, മർക്കോസ് 1:4. പാപമില്ലാത്തവനായി യേശു, ഹെബ്രായ 4:15, 1 പെത്രോസ് 2:22 സ്വീകരിച്ചത് എന്തുകൊണ്ട്? പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം പാപമില്ലാത്തവനായി യേശു സ്വീകരിച്ചത് എന്തുകൊണ്ട്? ക്രൈസ്തവർക്ക് ആർക്കും ഈ ചോദ്യം ഉന്നയിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും കഴിയില്ലായിരുന്നു. ആദിമ ക്രൈസ്തവര് യേശുവിന് ഉന്നയിച്ച ഈ ചോദ്യം തന്നെയാണ് സ്നാപകൻ ചോദിച്ചത്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കേ, ഞാനാണ് നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുക, എനിക്കാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഉത്തരം തരാനായി യേശു സ്നാപകനോട് മറുപടി പറഞ്ഞു, ഇപ്പോൾ നീ ഇതിനെ സമ്മതിക്കുക, സകല ധർമ്മനീതിയും നിവൃത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. എന്താണ് ദൈവം നിശ്ചയിച്ച ധർമ്മനീതി? ആ ചോദ്യത്തിലേക്ക് വരികയാണ്. എനിക്ക് നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടതാണ് ആവശ്യം. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കണം എനിക്ക് ആവശ്യം. പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തുന്ന ദൈവപുത്രനാണ് യേശു എന്ന് യോഹന്നാൻ അറിയാം. അതിനാൽ സ്നാപകനാണ് യഥാർത്ഥത്തിൽ യേശുവിൽ നിന്ന് ആത്മസ്നാനം സ്വീകരിക്കേണ്ടത്. അതാണ് പറയുന്നത്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയാണ് എനിക്ക് ആവശ്യം. അപ്പം അതിന് യേശു കൊടുക്കുന്ന മറുപടി, ഇപ്പോൾ ഇത് സമ്മതിക്കുക. ഇപ്പോൾ എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അർത്തി എന്നാണ്. അർത്തി ARTI.
ഇതിനൊരു സവിശേഷ വേദസൂചനയുണ്ട്. ആ സമയത്തെ സവിശേഷമായ സാഹചര്യത്തിൽ വിശേഷപ്പെട്ട തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ആഹ്വാനമാണ്. ആ പ്രത്യേക സാഹചര്യം ഒരു വിശേഷപ്പെട്ട തരത്തിൽ പ്രവർത്തിക്കുക ആ നിമിഷത്തിൽ. മാത്രമല്ല, യേശു സ്വീകരിക്കുന്ന സ്നാനത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ ഈ നിമിഷത്തിൽ മാറുമെന്നും ഈ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനമല്ല യേശു സ്വീകരിക്കാൻ പോകുന്നത്. സർവധർമ്മവും നീതിയും നിവൃത്തിയാക്കുന്ന സ്നാനമാണ്. ഇപ്പോൾ ഇത് സമ്മതിക്കുക. അപ്പൊ എന്തുണ്ടാകും? ഈ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം അത് സർവനീതിയും പൂർത്തിയാക്കുന്ന സ്നാനമായിട്ട് രൂപാന്തരപ്പെടും. ഇതാണ് ആ അർത്ഥി എന്ന വാക്കിനർത്ഥം. അപ്പൊ യേശു സ്വീകരിക്കുന്നത് ഒന്നാമതായി പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള പശ്ചാത്താപത്തിന്റെ സ്നാനമല്ല, മറിച്ച് സർവനീതിയും നിവൃത്തിയാക്കുന്ന സ്നാനമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചു പോകും, എന്താണ് ഈ സർവനീതിയും? ഈ യേശുവിൻ്റെ മാമോദിസായെ നിർവചിക്കാനുള്ള താക്കോൽ വചനമാണ് ഈ സർവനീതിയും എന്നുള്ളത്. നീതി എന്നതിനുള്ള ഗ്രീക്ക് പദം ദിഖായിയോസ്യുനെ എന്നാണ്. ദിഖായിയോസ്യുനെ. പല അടരുകളുള്ള ഒരു വാക്കാണിത്. ഒന്ന്, മോശയുടെ ന്യായപ്രമാണത്തിന് മനുഷ്യൻ കൊടുക്കുന്ന പ്രസാദാത്മക പ്രതിസ്പന്ദമാണ് നീതി. യോസഫ് നീതിമാനായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചവൻ എന്നാണ് അർത്ഥം. യശിയ 48:18 ആ സൂചനയുണ്ട്. അതാണ് ഒന്നാമത്തെ അർത്ഥം, നീതി എന്ന് പറഞ്ഞാൽ. 2, ദൈവത്തിൻ്റെ ഹിതം എന്ന നുകം ചുമലിൽ വെച്ച് അത് വഹിക്കുക, അല്ലെങ്കിൽ അനുസരണയോടെ ദൈവഹിതം നിറവേറ്റുക. അതാണ് ധർമ്മവും നീതിയും. രണ്ടാമത്തെ അർത്ഥം, ദൈവത്തിൻ്റെ ഹിതം എന്ന നുകം ചുമലിൽ വഹിച്ച് നടക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക, ദൈവപ്രമാണങ്ങൾ അനുസരിക്കുക. അതാണ് രണ്ടാമത്തെ അർത്ഥം. 3, സർവനീതിയും അല്ലെ സർവധർമ്മവും നീതിയും എന്നാണ്. ദൈവത്തിൻ്റെ നേരും നിറവും നിറവേറ്റുക, ദൈവത്തിൻ്റെ നേരും നിറവും നിറവേറ്റുക. അതാണ് ധർമ്മവും നീതിയും. നിയമാവർത്തനം 6:25 എന്ന് വെച്ചാൽ ദൈവം പരമപരിശുദ്ധനാണ്. ആ പരിശുദ്ധിയുടെ പ്രകാശനമാണ് അവൻ്റെ നേരും നിറവും. മനുഷ്യരെ രക്ഷിക്കാനും കരുതലോടെ സംരക്ഷിക്കാനുമുള്ള ദൈവിക പ്രവൃത്തികളിലൂടെ ദൈവം അത് പ്രകാശിപ്പിക്കുന്നു. അത് നിറവേറ്റുകയാണ് യേശുവിൻ്റെ ധർമ്മം. നിയമാവർത്തനം 32:4, യശിയ 5:16, 42:6. നാലാമത്തെ ഒരു പൊരുൾ, ദൈവപിതാവ് എന്ന നിലയിൽ പുതിയ ഉടമ്പടി നിവൃത്തിയാക്കുന്നതും ഉടമ്പടി ഉറപ്പിക്കുന്നതും ഈ ധർമ്മനീതിയുടെ ഭാഗമാണ്. ഈ ഉടമ്പടി നവീനമായ രീതിയിൽ യേശു തൻ്റെ അലംഘനീയമായ മാനുഷിക അനുസരണത്തിലൂടെ നിവൃത്തിയാക്കണമെന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന നീതി. ദൈവം പിതാവാണെന്ന നിലയിൽ പുതിയ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. ആ ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ധർമ്മനീതി. ഈ ഉടമ്പടി നവീനമായ രീതിയിൽ, പഴയ ഉടമ്പടി പോലെയല്ല, യേശു തൻ്റെ അലംഘനീയമായ മാനുഷിക അനുസരണത്തിലൂടെ നിവൃത്തിയാക്കണമെന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ നീതി. റോമാലേഖനം 3:21 മുതൽ 26 വരെ. അഞ്ചാമത്തെ ഒരു പൊരുള്, പുതിയ നിയമത്തിലെ ദൈവജനത്തിന് ഈ നീതി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ ദൈവം നീട്ടിത്തരുന്ന പുതിയ ഉടമ്പടി എന്ന ദാനം നന്ദിയോടെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നതാണ്. റോമാലേഖനം 5:17. ഇങ്ങനെ വിവിധ പൊരുളുകളാണ് ഈ ധർമ്മവും നീതിയും അല്ലെങ്കിൽ സർവനീതിയും എന്ന വാക്കിൽ ഒളിച്ചു വച്ചിരിക്കുന്നത്. ഒരു 5 സൂചനകൾ ഞാൻ പറഞ്ഞു. ഇതൊന്നും മറ്റൊന്നിനും ഒഴിവാക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് എന്താണ് ഈ ധർമ്മനീതിയുടെ മാമോദീസ? ഞാൻ പറഞ്ഞല്ലോ, യേശു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ സ്നാനമല്ല സ്വീകരിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സർവ്വനീതിയും പൂർത്തിയാക്കുന്ന ധർമ്മനീതിയുടെ മാമോദീസയാണ്. അപ്പോൾ എന്താണ് ഈ ധർമ്മനീതിയുടെ മാമോദീസ? ഇപ്പോൾ നീ എന്നെ സ്നാനപ്പെടുത്താൻ സമ്മതിക്കുമ്പോൾ ദൈവം നിശ്ചയിച്ച നീതി പൂർത്തിയാകുമെന്നാണ് യേശു സ്നാപകനോട് പറയുന്നത്. തീർന്നില്ല, അങ്ങനെ ചെയ്യുന്നത് നമുക്ക്, യേശുവിനും യോഹന്നാനും ഉചിതമാണെന്നും വെളിപ്പെടുത്തി. അതോടെ മാമോദീസയുടെ സ്വഭാവം തന്നെ മാറുമെന്നും. അപ്പം എന്താണ് ദൈവം നിശ്ചയിച്ച നീതി?
വിലക്കപ്പെട്ട കനി തിന്നാൽ അന്നേരം നീ മരിക്കും, ആ ദിവസം തന്നെ നീ മരിക്കുമെന്ന് ദൈവം ആദ്യ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ പാപത്തിൻ്റെ വേദനം മരണമാണ്. പാപത്തിൻ്റെ വേദനം മരണമാണ്. അനുസരണക്കേടിൻ്റെ വേദനം മരണമാണ്. അതായത് പാപത്തിന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ വധശിക്ഷയാണ്, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. ആ വധശിക്ഷ മാറി കിട്ടണമെങ്കിൽ, അതായത് ഞാൻ പാപം ചെയ്താൽ, മനുഷ്യർ പാപം ചെയ്താൽ അതിന് മരണമാണ് ശിക്ഷ, വധശിക്ഷയാണ്. ഈ വധശിക്ഷ മാറണമെങ്കിൽ, നമ്മളെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ പകരം മറ്റൊരു ജീവൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇരയോട് അനീതി കാണിക്കാതെ വേട്ടക്കാരനോട് ക്ഷമിക്കാൻ ദൈവത്തിന് കഴിയൂ. ഉൽപ്പത്തി 4:10 അത് പറയുന്നുണ്ട്. പകരം കൊടുക്കുന്ന ജീവൻ, അതായത് എൻ്റെ മനുഷ്യരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ, വധശിക്ഷ മാറ്റി നിർത്തണമെങ്കിൽ പകരം കൊടുക്കണമല്ലോ, ഒരു ജീവൻ കൊടുക്കണം. ആ കൊടുക്കുന്ന ജീവൻ മറ്റ് മതങ്ങൾ വിചാരിക്കുന്ന പോലെ മൃഗരക്തം പോരാ, മൃഗബലികൾ പോരാ. മറിച്ച് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ രക്തം അഥവാ ജീവൻ പകരം കൊടുത്താലേ മനുഷ്യർക്ക് അർഹതയുള്ള വധശിക്ഷയിൽ നിന്ന്, മരണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ അത് അനീതിയാകും. അപ്പൊ നീതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വധശിക്ഷയിൽ നിന്ന്, പാപത്തിന്റെ വേദനമായ മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു ജീവൻ കൊടുക്കണം. അത് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരാളുടെ പ്രാണനായിരിക്കണം. ഇതാണ് ദൈവം നിശ്ചയിച്ച നീതി. ഈ നീതി പുത്രൻ തമ്പുരാൻ അറിയാം. അതുകൊണ്ടാണ് പുത്രൻ തമ്പുരാൻ മനുഷ്യനാകുന്നതിന് മുൻപ് ദൈവപിതാവിനോട് പറഞ്ഞു, കാളകളുടെയും ആട്ടുകൊട്ടന്മാരുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ കഴിയില്ല. അതിനാൽ ഹോമയാഗവും വഴിപാടും അങ്ങ് ആഗ്രഹിച്ചില്ല. പകരം ഒരു ശരീരം അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്നു. ഹെബ്രായ ലേഖനം 10:4-5. അത് തിരിച്ചറിഞ്ഞ പുത്രൻ തമ്പുരാൻ പിതാവിനോട് പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഗ്രന്ഥച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാനിതാ വരുന്നു. ഹെബ്രായ ലേഖനം 10:7. ഒരേ സമയം ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ യേശുവാണ് ഈ മനുഷ്യരുടെ പാപത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, പാപത്തിന് ശിക്ഷയായ മരണത്തിലേക്ക് ചെന്ന് ആ പാപത്തെയും മരണത്തെയും തൻ്റെ മേൽ തന്നെ ഏറ്റെടുക്കുന്നത്. അതിനു വേണ്ടിയാണ്. അങ്ങനെ ഏറ്റെടുത്താലേ മനുഷ്യരെ വധശിക്ഷയിൽ നിന്ന്, മരണശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയൂ. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 2 വചനങ്ങൾ ഓർക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ ഉള്ളത്. ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ ഒരു അടയാളം വേണമെന്ന് ഫരിസയർ ആവശ്യപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു, യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും തരികയില്ല. മത്തായിയുടെ സുവിശേഷം 12:39-40. അതാണ് ഒരു ടെക്സ്റ്റ്. വേറൊരു ടെക്സ്റ്റ്, യോനായുടെ പുത്രനെ ശെമിയോനെ എന്ന് യേശു വിളിക്കുന്നു. മത്തായി 16:17. ഷിമിയോന്റെ അപ്പൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. യോഹന്നാന്റെ മകനായ ഷിമിയോനെ, നീ എന്നെ ഇവരെക്കാൾ അധികം സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ 21:15 മുതൽ. അപ്പോൾ ഷിമിയോന്റെ അപ്പൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. പക്ഷെ ഇവിടെ യോനായുടെ പുത്രൻ ഷിമിയോൻ എന്നാണ് പറയണേ ഈ സഭ സ്ഥാപിക്കുന്ന രംഗത്ത്. അതായത് ഷിമിയോന്റെ അപ്പൻ്റെ പേര് യോഹന്നാൻ എന്നതിൽ നിന്ന് യോനായിലേക്ക് മാറ്റി. ഷിമിയോന്റെ പേര് പത്രോസ് എന്നാക്കി, അപ്പൻ്റെ പേര് യോഹന്നാനിൽ നിന്ന് യോനയാക്കി. എന്തുകൊണ്ട്? ആരാണ് പുതിയ നിയമത്തിലെ, പുതിയ ഉടമ്പടിയിലെ യോന? യോനയുടെ അടയാളമല്ലാതെ മറ്റൊന്നും നൽകുകയില്ലെന്നല്ലേ കർത്താവ് പറഞ്ഞത്? എന്താണ് യോനയുടെ അടയാളം? യോന കപ്പലിലുള്ളവരോട് എന്താ പറഞ്ഞത്? ഈ ടെർബുലൻസ്, ഈ കോളും കാറ്റും അടങ്ങണമെങ്കിൽ എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. ഇതാണ് കപ്പൽ ജോലിക്കാരുടെ യോന പറഞ്ഞത് പഴയ നിയമത്തിൽ. ഇതുപോലെ ഇപ്പോൾ പുതിയ നിയമത്തിലെ, പുതിയ ഉടമ്പടിയിലെ യോനയായ യേശു യോഹന്നാനോട് പറയുകയാണ്, എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക, എന്നെ യോർദാനിലെ വെള്ളത്തിലേക്ക് ഇടുക. അപ്പം ഈ പാപത്തിൻ്റെ ഈ കാറ്റും കോളും ശമിക്കും. അപ്പം യേശുവാണ് പുതിയ ഉടമ്പടിയിലെ യോന. ആ യേശു പത്രോസിനെ, ഷെമിയോനെ യോനായുടെ പുത്രനാക്കുന്നു, തൻ്റെ പുത്രനാക്കുന്നു, ആത്മീയ പുത്രനാക്കുന്നു. അപ്പോൾ വെറും ആദ്യത്തെ മാർപ്പാപ്പ മാത്രമല്ല പത്രോസ്, യേശുവിൻ്റെ യോന, പുതിയ ഉടമ്പടിയിലെ യോനയായ യേശുവിൻ്റെ മകനാണ്. രക്തത്തിൽ പിറന്ന മകനല്ല, ആത്മീയ മകൻ. അപ്പൊ ശിമയോനെ യോനായുടെ പുത്രനാക്കുകയാണ്. യോന എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ യോന യേശുക്രിസ്തു തന്നെയാണ്.
യോന ഈ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും കിടന്നതുപോലെ മനുഷ്യപുത്രനും ഭൂമിക്കടിയിലായിരിക്കും 3 ദിവസം. അപ്പം പുതിയ ഉടമ്പടിയുടെ യോന യേശുക്രിസ്തുവാണ്. പത്രോസ് യോനായുടെ പുത്രനാണ്, യേശുവിൻ്റെ പുത്രനാണ്, പുത്രൻ്റെ ആത്മീയ പുത്രൻ. പുതിയ ഉടമ്പടിയിലെ യോന പഴയ ഉടമ്പടിയിലെ യോനായെ പോലെ സ്നാപയോഹന്നാനോട് പറയുകയാണ്, എന്നെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയൂ. എന്തിന്? ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ആളുകൾ പാപങ്ങളുടെ മാറാപ്പ് തുറന്നു വെച്ച് അവ ഓരോന്നോരോന്നായി ഏറ്റുപറയുകയും കുറ്റബോധത്തിന്റെ ചുമടിൽ നിന്ന് മുക്തി നൽകണമെന്ന് അപേക്ഷിക്കുകയുമാണ്. അതുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറയണേ. ഈ ജനങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്. അപ്പോൾ അവരുടെ പാപത്തിന്റെ ഭാണ്ഡം ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ് അവർ. ആ വെള്ളത്തിലേക്ക് തന്നെ ഇടണമെന്നാണ് പാപമില്ലാത്തവനായ ദൈവമായ മനുഷ്യനായ യേശു യോഹന്നാനോട് പറയുന്നത്. അപ്പോൾ യോർദാനിലെ ഈ മലിനജലം, പാപം മൂലമുള്ള മലിനജലം, ആ പാപത്താൽ ചിഹ്നപ്പെട്ട ഒരു ലോകത്ത് ആ മലിനജലത്തിലേക്ക് യേശു ഇറങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ മാലിന്യം മുഴുവൻ, പാപത്തിന്റെ മാലിന്യം മുഴുവൻ തന്നിലേക്ക് തന്നെ ആവാഹിച്ച് അത് തന്നിൽ വീഴുമ്പോൾ അവൻ കത്തുന്ന മുൾപ്പടർപ്പാണ്, സ്നേഹാഗ്നിയാണ്. ആ പാപങ്ങൾ കത്തിപ്പോവുകയാണ്. ഇതാണ് ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്ന അർത്ഥം. ഇതാണ്, അതായത് ദൈവഹിതത്തിന് വിധേയമായി ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനായ യേശു മനുഷ്യരുടെ പാപങ്ങൾ തന്നിലേക്ക് തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈ യോർദാനിലേക്ക് ഇറങ്ങുന്നത്. കാരണം പാപികള്, ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന പാപികള് പാപങ്ങളെ മാറാപ്പ തുറന്നു വെച്ച് അവ ഓരോന്നോരോന്ന് ഏറ്റു പറയുന്നത് ഈ യോർദാൻ നദിയിൽ വെച്ചാ. അപ്പൊ ആ യോർദാൻ നദിയിലെ വെള്ളം കറുത്തിരണ്ട പാപമാണ്. അതെ, ഞാൻ തയ്യാറാണ് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങാനും അവരെ കുറ്റവിമുക്തരാക്കാനും ഞാൻ തയ്യാറാണ് എന്ന് യേശു പറയുമ്പോൾ അതിലൂടെ സകല മനുഷ്യരുമായും അവൻ ലയിച്ച് സാൽമ്യപ്പെടുകയാണ്. മാത്രമല്ല അവരുടെ പാപത്തിന്റെ മാറാപ്പത്താൻ വഹിക്കാമെന്ന് യേശു ദൈവത്തോട് പറയുകയാണ്. ചുരുക്കത്തിൽ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പാപങ്ങളുടെ ശിക്ഷയായ മരണം സ്വീകരിക്കാനുള്ള സന്നദ്ധതയാണ് യേശുവിന്റെ മാമോദീസ. മനുഷ്യവംശത്തിന്റെ കുറ്റബോധത്തിന്റെ മാറാപ്പ് മുഴുവൻ തൻ്റെ ചുമലിൽ അവൻ എടുത്തു വെച്ച് യോർദാന്റെ ആഴങ്ങൾ വരെ അത് ചുമന്നുകൊണ്ടുപോയി. പാപികളുടെ സ്ഥലത്തേക്ക് അവൻ കാലെടുത്ത് വെച്ചു. അങ്ങനെ അവൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. അവൻ്റെ ഉദ്ഘാടന പ്രവൃത്തി തന്നെ കുരിശിന്റെ മുന്നാസ്വാദനമാണെന്ന് അർത്ഥം. ഇക്കാരണത്താൽ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞും പിന്നെ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് ഇനിയൊരു മാമോദീസ മുങ്ങാനുണ്ട്. ലൂക്കാസ് 12:50. അത് കുരിശിലെ മരണമാണ്. രക്തം കൊണ്ടുള്ള മാമോദീസയാണ് കുരിശിൽ. ഇവിടെ ജലം കൊണ്ടുള്ള സ്നാനം. ആ ജലസ്നാനം എന്ന് പറയുന്നത് നീതിയുടെ സർവ്വനീതിയും പൂർത്തിയാക്കുന്ന സ്നാനമാണ്. അപ്പം ഇങ്ങനെ പൊരുളുകൾ ഇങ്ങനെ മാറി മാറി, അതായത് ജലസ്നാനത്തെ നീതി സ്നാനമാക്കി പിന്നെ അത് രക്തസ്നാനമാക്കി മാറ്റും. ഇങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് പൗരസ്ത്യ സഭകൾ ഈ എപ്പിഫനി അല്ലെങ്കിൽ ധനഹ തിരുനാളിന് ജ്ഞാനികളെ സന്ദർശനം അല്ല യേശുവിൻ്റെ മാമോദീസയാണ് ഓർക്കുന്നത്. അതായത് എപ്പിഫനിയുടെ ഉള്ളടക്കവും ഉത്ഥാനവും തമ്മിൽ ഒരു ബന്ധം, അത്യഗാധമായ ബന്ധം കാണുകയാണ്. ഈ ദൈവപുത്രനാണെന്ന് സ്വർഗത്തിൽ നിന്നുള്ള വെളിപാടുണ്ടായി. അതാണ് എപ്പിഫനിയുടെ ഉള്ളടക്കം. പക്ഷെ എല്ലാ ധർമ്മനീതിയും പൂർത്തിയാക്കാൻ നമുക്ക് ഉചിതമാണെന്ന് യേശു യോഹന്നാനോട് പറഞ്ഞ തിരുവചനത്തിൽ പൗരസ്ത്യ സഭ കാണുന്നത് ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഉരുവിട്ട പ്രാർത്ഥനയാണ്. എൻ്റെ പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. മത്തായി 26:39. അതിൽ യേശുവിൻ്റെ ജ്ഞാനസ്നാനം അവതരിപ്പിക്കുന്ന പൗരസ്ത്യ സഭയുടെ ഐക്കണിൽ ജലത്തെ ദ്രാവക രൂപത്തിലുള്ള കബരടമായി ചിത്രീകരിച്ചിരിക്കുക. ദ്രാവക രൂപത്തിലുള്ള കബരടം. അതിൻ്റെ രൂപമാകട്ടെ കറുത്തിരണ്ട ഗുഹയോ നിലവറയോ ആണ്. അധോലോകമായ പാതാളത്തിൻ്റെയോ നരകത്തിൻ്റെയോ ഐക്കണാണ് ഈ ജോർദാൻ നദിയിലെ കറുത്തിരണ്ട ജലം, ആ ഇരുണ്ട ഗുഹ. എല്ലാ വശത്തും അഗ്നി പടർന്നു പിടിക്കുന്ന ആ ജലകുടീരത്തിലേക്ക് ഉള്ള യേശുവിൻ്റെ ഇറക്കം പാതാളത്തിലേക്കുള്ള അവൻ്റെ അവരോഹണത്തിന് മുന്നാസ്വാദനമാണ്. അവൻ ജലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശക്തനായ മനുഷ്യൻ അവൻ ബന്ധിച്ചുവെന്നാണ് ജെറൂസലമിൽ സിറിൽ എഴുതിയത്. ലൂക്കാസ് 11:22. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയതും അവിടെ നിന്ന് കയറിയതും നരകത്തിലേക്കുള്ള ഇറക്കത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പ്രതീക സൂചകമാണ്. ഇതൊക്കെയാണ് ഈ കറുത്തിരണ്ട ഗുഹയായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ യേശുവിൻ്റെ മാമോദീസയെ ലോക ചരിത്രത്തിൻ്റെ ആവർത്തനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് ഭൂതകാലത്ത് മുഴുവൻ അയവിറക്കി സംക്ഷേപിച്ച് ഭാവി മുൻകൂട്ടി അനുഭവിക്കുന്നു. ദുഷ്ടന്റെ ഭവനത്തിലേക്കുള്ള ഇറക്കമായിരുന്നു യേശുവിൻ്റെ മാമോദീസ. അത് മറ്റുള്ളവരുടെ പാപങ്ങളിലേക്കുള്ള അവൻ്റെ പ്രവേശനം അതുതന്നെയാണ്. അത് നിത്യാഗ്നിയിലേക്കുള്ള നരകത്തിലേക്കുള്ള അവൻ്റെ അവരോഹണമാണ്. പക്ഷെ കാഴ്ചക്കാരൻ്റെ റോളിലല്ല,
അവൻ നരകത്തിലേക്ക് ഇറങ്ങുന്നത് കാഴ്ചക്കാരൻ്റെ റോളിലല്ല. അവിടെ വെച്ച് മനുഷ്യരെ തടവുകാരായി കൈവശം വെച്ചിരിക്കുന്ന ശക്തനായ പിശാചിനെ ലൂക്കോസ് 11:22 അതിശക്തനായ യേശു സംഘട്ടനത്തിൽ തോൽപ്പിക്കുകയാണ്. ശക്തനായവനെ തോൽപ്പിക്കാൻ ചരിത്രത്തിലുടനീളം ലോകത്തിന് കഴിവില്ല, യേശുവിന് കഴിവുണ്ട്. അവൻ അതിശക്തനാണ്. അതിശക്തനായ യേശുവാകട്ടെ ദൈവമായുള്ള തൻ്റെ തുല്യതയാൽ ലോകത്തിൻ്റെ പാപം മുഴുവൻ തൻ്റെ മേൽ ചുമന്നു. പിന്നെ അതിലൂടെ അവസാനം വരെ സഹിച്ചു. അങ്ങനെ അധപതിച്ചവരുടെ തനത് സ്വഭാവത്തിലേക്ക് യാതൊന്നും നിബന്ധിക്കാതിരിക്കാൻ അവൻ മനസ്സിരുത്തി. മറ്റുള്ളവരുടെ സഹഭാവത്തിൽ സഹിച്ചവൻ സഹനത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുകയും അതിലൂടെ അധോലോകത്തെ കീഴ്മേൽ മറിക്കുകയും പാതാളത്തെ കീഴ്മേൽ മറിക്കുകയും അത്യഗാധ കയത്തിന്റെ കവാടങ്ങൾ ഇടിച്ചു നിരത്തി വലിച്ചെറിഞ്ഞ് അത് മലർക്കെ തുറന്നിടുകയും ചെയ്തു. എന്നിട്ട് നരകത്തിൻ്റെയും മരണത്തിനെയും താക്കോൽ യേശു കൈവശപ്പെടുത്തി. വെളിപാട് 1:18. ഈ പരിപ്രേക്ഷ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ക്രൈസ്തവ മാമോദീസ? കൂദാശ ഇല്ലേ? ഈ മാമോദീസ എന്ന കൂദാശ മനുഷ്യ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന അവരോഹണ ആരോഹണ പ്രക്രിയ. അതിലൂടെ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിൻ്റെ സംഘർഷത്തിലുള്ള സാത്താനുമായുള്ള പോരാട്ടത്തിലുള്ള പങ്കുചേരലാണ് ക്രൈസ്തവ മാമോദീസ. അങ്ങനെ ഒരു സംഘടനത്തിന് ചാൻസ് കിട്ടിയപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. മാമോദീസ എന്ന് പറഞ്ഞാൽ സാത്താന ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ്. പക്ഷെ അത് മനുഷ്യർക്ക് ഇഷ്ടമല്ല. ഈ സംഘടന കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇത് മുഴുവൻ ഇവിടെ കലാപമാണ്, ഇവിടെ പ്രശ്നമാണ്, സമാധാനം ഇല്ല, യുവാക്കൾ പള്ളി വരുന്നില്ല, തീർന്നു. സാത്താനുമായുള്ള പോരാട്ടത്തിന് വേണ്ടിയാണ് ക്രിസ്ത്യാനികൾ മാമോദിസം മുങ്ങിയത് എന്ന സത്യം പോലും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താണ്? ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. ഇനി പഠിപ്പിച്ചാൽ തന്നെയും അത് അവസരം വരുമ്പോൾ അത് സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പം ഇതാണ് ഈ മാമോദിസ എന്ന് പറയുന്നത്. ഈ മാമോദിസ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് മർക്കോസ്, കയറിക്കഴിഞ്ഞ് എന്ന് മത്തായി, കയറിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് ലൂക്ക. അപ്പോഴാണ് ദിവ്യ വെളിപാട്. നമ്മൾ കണ്ടിരിക്കുന്ന പടങ്ങളിലൊക്കെ മാമോദീസയും ദൈവിക വെളിപാടും ഒരേ സമയത്താണ്. അങ്ങനെയല്ല ബൈബിളിൽ. അവൻ വെള്ളത്തിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് മർക്കോസ്, മത്തായി പറയുന്നത് വെള്ളത്തിൽ കയറി കഴിഞ്ഞ്, ലൂക്കാസ് പറഞ്ഞത് മാമോദിസ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറുന്നതിനെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പ്രാർത്ഥനയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളും തമ്മിൽ സംഭാഷണത്തെയാണ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ, കയറിക്കഴിഞ്ഞ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഒരു ദൈവിക വെളിപാട് സംഭവിക്കുകയാണല്ലോ. എന്താണ്? ആകാശം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വന്നു, സ്വർഗത്തിൽ സ്വരമുണ്ടായി. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ദൈവിക വെളിപാടിലുള്ളത്. ഇതാണ് എപ്പിഫനി എന്ന് പറയുന്നത്. വെള്ളത്തിൽ നിന്ന് കയറി, അനേബെ എന്നാണ് അല്ലേ, കയറുമ്പോൾ എന്നാണ് മർക്കോസിൽ നിന്ന് പറഞ്ഞു. ഈ ആരോഹണം പിതാവിനോടുള്ള പ്രാർത്ഥനയുടെ ആരോഹണമാണെന്ന് ലൂക്ക പറയുന്നു. അപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, കയറി എന്നൊക്കെ പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് കയറി എന്നാണ് അർത്ഥം. സ്വർഗം തുറക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഹിതം നിറവേറ്റുന്ന പുത്രന് മുകളിൽ സ്വർഗം തുറന്നു നിൽക്കുന്നു. ദൈവപിതാവുമായുള്ള പുത്രന്റെ സമ്പർക്ക സംയോജനം നടക്കുകയാണ്. എല്ലാ ധർമ്മനീതിയും പൂർത്തിയാക്കുന്ന അവന്റെ നിലപാട് സ്വർഗത്തിന്റെ തിരുനട തുറക്കുകയാണ്. ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായ അർത്ഥത്തിലും തോതിലും കലർപ്പില്ലാതെയും പൂർത്തിയാക്കപ്പെടുന്ന ഇടത്തെയാണ് സ്വർഗമെന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായ അർത്ഥത്തിലും തോതിലും കലർപ്പില്ലാതെയും പൂർത്തിയാക്കപ്പെടുന്ന ഇടമാണ് സ്വർഗം. യേശു ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിലൂടെ ആ സ്വർഗം തുറക്കപ്പെടുകയാണ്. ദൈവാത്മാവ് പ്രാവെന്ന പോലെ പ്രപഞ്ച സൃഷ്ടിയിലെ സന്നിഹിതനായിരുന്നു പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്ന് അവനാണ് ദൈവത്തിൻ്റെ ദൗത്യം നിറവേറ്റാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനെന്ന് സാക്ഷ്യപ്പെടുത്തുകയും അവൻ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അഭിഷേകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം തന്നെ അഭിഷേകം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് യേശു, മത്തായി 1:18. പക്ഷെ അത് പോരാ. പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ യേശു എപ്പോഴും കഴിയേണ്ടതുണ്ട്. അത് സ്ഥിരീകരിക്കാൻ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചു കൊണ്ടിരിക്കണം. യേശുവിന് നിയോഗം നിറവേറ്റാനുള്ള ശക്തിയും ജ്ഞാനവും വിശുദ്ധിയും പരിശുദ്ധാത്മാവുമുള്ള സഹവാസത്തിലാണ് യേശുവിൽ പ്രവർത്തന നിരതമായിരിക്കുന്നത്. മിശിഹായുടെ ഉദ്യോഗത്തിൽ യേശുവിനെ മുറപ്രകാരം വാഴിച്ച് ആ പദവിയിൽ ഉപവിഷ്ടനാക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പറഞ്ഞിറങ്ങലിലൂടെ. ഞാൻ പറഞ്ഞല്ലോ, അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്
ദൈവാത്മാവ്, കർത്താവിൻ്റെ ആത്മാവ് ഒരാളുടെ മേൽ ഇറങ്ങി വന്ന് അയാളിൽ വസിക്കുന്നതാണ്. അതേക്കുറിച്ച് ഈ യെശയ്യാ ഇങ്ങനെ പറയുന്നു: ജ്ഞാനത്തിൻ്റെയും ഗ്രഹണശക്തിയുടെയും ആത്മാവ്, ഉദ്ബോധനത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ് ആരുടെ മേൽ ഇറങ്ങി വസിക്കുന്നുവോ അവനാണ് അഭിഷക്തൻ. നസറത്തിലെ സിനഗോഗിൽ വെച്ച് നൽകപ്പെട്ട നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ തിരുവെഴുത്തുകളോട് ചേർന്നുകൊണ്ടാണ് യേശു പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ദരിദ്രരുടെ സുവിശേഷം പ്രസംഗിക്കാൻ. ചുരുക്കത്തിൽ മാമോദീസയുടെ സമാപനത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നതിനാൽ ഈ അഭിഷേകം അവൻ സത്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നുവെന്നാണ്. നോക്കിപ്പാർത്തിരുന്ന ഏത് അഭിഷേകത്തിന് വേണ്ടിയാണോ, ഏത് മിശിഹായ്ക്ക് വേണ്ടിയാണോ, ആ മിശിഹയാണ് നസറത്തിലെ യേശു. ആ നിമിഷത്തിൽ ഇസ്രായേൽ എന്ന ജനത അതിന്റെ സമഷ്ടി സാന്നിധ്യത്തിൽ രാജകീയവും പൗരോഹിത്യപരവുമായ തനത് സ്വത്വം യേശുവിന് പ്രദാനം ചെയ്ത് ആ തനത് സ്വത്വത്തിന്റെ സംഗമ പീഠമായി അവനെ ചേർത്ത് പിടിച്ച് അവൻ എന്നേക്കുമായി അഭിഷേകം ചെയ്യുകയാണ് ഈ ദൈവാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർത്തു പോകുന്ന കാര്യം എന്താണ്? ദൈവാത്മാവ് വരുന്നു, പിതാവ് സംസാരിക്കുന്നു, പുത്രൻ്റെ താഴെ നിൽക്കുന്നു. അതായത് പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളും അവിടെ സന്നിഹിതരാണ്. ദൈവം തൃത്വമാണെന്ന രഹസ്യം സാവകാശം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. ഈ രഹസ്യത്തിന് മുഴുവൻ ആഴവും പരപ്പും വെളിപ്പെടാൻ യേശുവിൻ്റെ യാത്ര പൂർത്തിയാകുന്നവരെ നാം കാത്തിരിക്കണം. അങ്ങനെ ആ യാത്ര പൂർത്തിയാകുമ്പോൾ എന്താണ് സംഭവിക്കുക? ഏറ്റവും അവസാനം യേശു ഗലീലിലെ കുന്നിന് മുകളിൽ വെച്ചിട്ട് പറയും, ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ശിക്ഷപ്പെടുത്തിയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക. നാമത്തിൽ സ്നാനപ്പെടുത്താൻ പലപ്പോഴും തർജ്ജമ ചെയ്യുക. അങ്ങനെയല്ല വേണ്ടത്, നാമത്തിലേക്ക്. അതായത് പുത്രൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലേക്ക് ഒട്ടിച്ച് ചേർക്കപ്പെടുന്നതാണ് മാമോദീസ. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതല്ല മാമോദീസ. അങ്ങനെയാണ് പെന്തക്കോസ്തകാർ പഠിപ്പിക്കുന്നത്. അത് സ്നാപകന്റെ മാമോദീസയാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടുമാണ്. അതായത് ഉത്ഥിതനായ യേശുവിനെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ തോമാസ് ലീഹായെ ഒട്ടിച്ച് ചേർത്തതുപോലെ നമ്മെ ജീവജലത്താലും ജീവരക്തത്താലും, ഈ പാർശ്വത്തിന് ഒഴുകിയ ജീവജലത്താലും ജീവരക്തത്താലും, അതായത് മാമോദീസയിലും കുർബാനയാലും ഒട്ടിച്ച് ചേർക്കുന്നതാണ് ക്രൈസ്തവ മാമോദീസ. വെള്ളത്തിൽ മുങ്ങുന്നത് സ്നാപകന്റെ സ്നാനമേ ആകൂ. അത് മിശിഹായെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്ക സ്നാനം മാത്രമാണ്. ധർമ്മനീതിയുടെ സ്നാനമാകണമെങ്കിൽ യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടണം. അപ്പോഴേ അവൻ മുന്തിരി വള്ളിയും നമ്മൾ അവൻ്റെ ശാഖകളും ആകും. അപ്പോഴേ പൗലോസ്ലീഹ പറഞ്ഞ റോമാലേഖനം 11 പറഞ്ഞ അവൻ ഒലിവാണ്, നമ്മൾ അവൻ്റെ ശാഖകളായി ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുമ്പോഴാണ്. അപ്പോൾ നോക്കുക, ഈ തുടക്കത്തിലെ മാമോദീസായിൽ നിന്ന് ഈ യേശുവിൻ്റെ യാത്ര മുഴുവൻ ഇങ്ങനെ പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഉൾച്ചേർക്കപ്പെടലാണ് മാമോദീസ. പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഉൾച്ചേർക്കപ്പെടലാണ് മാമോദീസ. പ്രാവിന് പിന്നെയും അനേകം പൊരുളുകളുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരു സ്വരം ഉണ്ടായി എന്നാണ്. സ്വരം ബത്ത് ഖോൽ എന്നാണ് അതിനെ യഹൂദ റബ്ബിമാർ വിളിക്കുക. ഖോൽ എന്ന് പറഞ്ഞാൽ സ്വരം, ബത്ത് എന്ന് പറഞ്ഞാൽ ഡോട്ടർ എന്നാണ്, മകള്. സ്വരത്തിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ മൃദുസ്വരം, ചെറിയ സ്വരം, ദിവ്യസ്വരം, മന്ത്രിക്കൽ, നിമന്ത്രണം എന്നൊക്കെ പറയും. ദൈവം വെളിപാട് നൽകുന്ന വിധത്തെയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്, ഇല്ലേ? സൗണ്ട് ഓഫ് ഷിയർ സൈലൻസ് എന്ന് ഏലിയ പ്രവാചകൻ പറഞ്ഞില്ലേ? അഗ്നിയിലും കൊടുങ്കാറ്റിലും ഭൂകമ്പത്തിലൊക്കെ ദൈവത്തെ നോക്കി നിന്നപ്പോട്ട് ദൈവത്തെ കണ്ടില്ല. പിന്നെയോ ഒരു മൗനത്തിൻ്റെ, ശുദ്ധമായ മൗനത്തിൻ്റെ സ്വരം, മൗനത്തിലൂടെ ദൈവം സംസാരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവൻ്റെ സ്വരത്തിൻ്റെ ഒരു വെളിപാടിൻ്റെ രീതി പറയാണ്. എന്താണ് ഈ സ്വരം പറഞ്ഞത്? ഇവൻ എൻ്റെ പുത്രൻ, ഇവൻ എൻ്റെ പുത്രൻ. ഇതാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. സങ്കീർത്തനം 2:7 പക്ഷേ അർത്ഥം വ്യത്യാസമുണ്ട്. സങ്കീർത്തനം 2:7 രാജാവിനെ ദൈവത്തിൻ്റെ പുത്രനായി ദത്തെടുക്കുകയാണ്. ഇവിടെ മറിച്ചാണ്, ദൈവത്തിൻ്റെ പുത്രനെ ദാസനായി അഭിഷേകം ചെയ്യുകയാണ്. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സങ്കീർത്തനം രാജാവിൻ്റെ സ്ഥാനാരോഹണ ദിവസം രാജാവിന് ദൈവം ദത്തെടുക്കുന്നെന്നാണ് സങ്കീർത്തനത്തിൽ. അതിലത്തെ വചനമാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ തല തിരിഞ്ഞ അർത്ഥത്തിലാണ്. ദൈവം തന്നെ മനുഷ്യനായ ആളാണ് ഈ പുത്രൻ. അപ്പോൾ പുത്രനെ ദാസനായി അവതരിപ്പിക്കുകയാണ്. ഇവൻ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ പുത്രനാണ്, ഇവൻ ഞാൻ ദത്തെടുക്കല്ല, ഇവൻ എൻ്റെ പുത്രനാണ്, എൻ്റെ പ്രിയപ്പെട്ടവൻ. അത്
ഉൽപ്പത്തി 22-ാമത്തെ അധ്യായമാണ് ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞത്. നിന്റെ മകൻ, നിന്റെ ഏക മകൻ, നീ സ്നേഹിക്കുന്ന മകൻ ഇസഹാക്ക്. അതാണ് ഈ ദൈവത്തിൻ്റെ ഏകജാതനായ അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ പോലെ ദൈവത്തിൻ്റെ ഏകജാതനായ യേശു. അത്രയും പ്രിയപ്പെട്ടവനാണ്. ഇസഹാക്കിനെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തി ദൈവം. പക്ഷെ തൻ്റെ പ്രിയപ്പെട്ടവനായ യേശുവിനെ മരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയില്ല. കാരണം ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് സഹനദാസനെ കുറിച്ചുള്ള യെശയ്യായുടെ കീർത്തനം 1-ാമത് കീർത്തനം 42:1 നിന്നാണ്. അതായത് ഈ മറ്റുള്ളവരുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഒരു ദാസൻ. അപ്പോൾ പുത്രനെ ദാസനായി ദൈവപിതാവ് അയച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ പലയിടത്തും ഈ ശീഷ്മകളും പാഷാണ്ടലും നടക്കുന്നുണ്ടല്ലോ. പല സെമിനാരികളും ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് യേശു ദൈവമാണെന്ന് അറിയില്ലായിരുന്നു, മാമോദീസയുടെ സമയത്ത് ലഭിച്ച ദൈവവിളിയിലൂടെയാണ് യേശു ദൈവമാണെന്ന് യേശുവിന് അറിയാൻ കഴിഞ്ഞതെന്ന് ഇപ്പോഴും ചില പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മറിച്ച് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ചമ്മാച്ചന്മാരുടെ അവർ തോൽപ്പിക്കും. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം ഈ പാഷാണ്ടത് അങ്ങനെ തന്നെ ചമ്മാച്ചന്മാർ എഴുതി പരീക്ഷയിൽ എഴുതും. കാരണം അല്ലെങ്കിൽ പ്രൊഫസറെ തോൽപ്പിക്കും. പ്രൊഫസറുടെ പാഷാണ്ടത അങ്ങനെ തന്നെ എഴുതിയില്ലെങ്കിൽ ഈ ചമ്മാച്ചന് അച്ഛനാകാൻ പറ്റില്ല. അയ്യോ ഇത് കത്തോലിക്ക സഭയുടെ പ്രബോധനം ഇങ്ങനെ അല്ലല്ലോ എന്ന് ഈ സെമിനാരിക്കാരൻ പറഞ്ഞാൽ ഉടനെ വീട്ടിൽ വിടും. അതാണ് എൻ്റെ അവസ്ഥ. അതാണ് സെമിനാരിയിലെ പ്രശ്നങ്ങൾ. അപ്പോൾ യേശു ദൈവമാണെന്ന കാര്യം യേശുവിന് അറിയില്ലായിരുന്നുവെന്നും മാമോദീസയുടെ സമയത്ത് കിട്ടിയ ദൈവവിളിയിലൂടെയാണ് അവൻ തിരിച്ചറിഞ്ഞതെന്നും ഒക്കെ ഇപ്പോഴും ചില പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അത് പാഷാണ്ടനെയാണ് പഠിപ്പിക്കുന്നുണ്ട്. ഈ അവർ പറയുന്ന ന്യായം ഇതാണ്. ഗലീലയിൽ വളരെ സാധാരണ ജീവിതം നയിച്ചു വന്ന യേശുവിന് മാമോദീസയുടെ നേരത്ത് സമൂലം പിടിച്ചു കുലുക്കിയ ഒരു അനുഭവം ഉണ്ടായി, ഒരു ദൈവാനുഭവം, ഒരു ദൈവവിളി. അപ്പോഴാണ് ദൈവവുമായി തനിക്കുള്ള സവിശേഷ ബന്ധത്തെക്കുറിച്ച് യേശുവിന് ബോധവാനാകുന്നത്, തൻ്റെ മതപരമായ കർമ്മനിയോഗത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുന്നത്. അതൊരു പ്രകമ്പ ജനകാവസ്ഥയാണെന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. മാത്രമല്ല, അന്ന് ഇസ്രായേലിൽ പ്രബലമായി നിലനിന്നിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഈ കർമ്മഗതിയെക്കുറിച്ചുള്ള ജ്ഞാനാവബോധം യേശുവിനിൽ അങ്കുരിപ്പിച്ചത്. സ്ഫോടനാത്മകമായ രാഷ്ട്രീയ കാലാവസ്ഥയെ സർഗാത്മകമായി പുനരാവിഷ്കരിച്ച സ്നാപകനിൽ നിന്നും സ്വീകരിച്ച മാമോദീസ യേശുവിലുണ്ടാക്കിയ വൈകാരിക വേലിയേറ്റത്തിന് സമാനമായ സംക്ഷോഭത്തിൽ നിന്നുമാണ് തൻ്റെ നിയോഗ ദൗത്യം ഒരു തിരിച്ചറിവിൻ്റെ വെളിപാട് സമാനമായ അർത്ഥകനികളുടെ രൂപത്തിൽ അവൻ തിരിച്ചറിഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തിരുവചനങ്ങളിലുണ്ടോ? ഇല്ല. യേശുവിനെ കുറിച്ച് ഒരു നോവൽ എഴുതുന്നവർക്ക് ഇതൊക്കെ ഭാവനയിൽ കാണാം. തിരുവചനത്തിൽ ഇതൊന്നുമില്ല. എന്താണ് തിരുവചനം പഠിപ്പിക്കുന്നത്? തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ കുരിശും ഉത്ഥാനവും വരെയുള്ള, എന്ന് വെച്ചാൽ സ്വർഗാരോഹണം വരെയുള്ള യേശുവിൻ്റെ സഞ്ചാരപഥത്തിൻ്റെ ആന്തരിക ഐക്യതയാണ് തിരുവചനത്തിലുള്ളത്. വൈകാരിക സംക്ഷോഭത്തിന് വിധേയനാകുന്ന യേശു നമ്മളവിടെ കാണുന്നില്ല. ചിലപ്പോൾ വിജയിക്കുകയും ചിലപ്പോൾ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു മഹാവിപ്ലവകാരിയെ നമ്മൾ യേശുവിൽ കാണുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പണ്ടെങ്ങോ ജീവിച്ച് മറഞ്ഞു പോയ ഒരു വ്യക്തി മാത്രമായി യേശു തരം താഴും. അങ്ങനെ തരം താഴ്ന്നിട്ടില്ല. മാത്രമല്ല, കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത വലിയൊരു പാതാളക്കുഴിയിൽ യേശു നമ്മളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് നിലകൊള്ളും. ഇങ്ങനൊരു ഒരു ഒരു വിപ്ലവകാരി മാത്രമായിരുന്നു യേശു എന്ന് പറഞ്ഞാൽ. മറിച്ചാണ് സത്യം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനായി അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു വശത്ത് അവൻ ദൈവം എന്ന നിലയിൽ നമ്മിൽ തികച്ചും വേർതിരിക്കപ്പെട്ടവനാണ്, തികച്ചും അന്യനാണ്. എന്നാൽ അതേ സംജ്ഞയാൽ അവൻ നമ്മുടെ സമകാലികനാണ്, ദൈവം മനുഷ്യനായവൻ എന്ന നിലയ്ക്ക്. നാം നമ്മോട് അടുത്തിരിക്കുന്നതിനേക്കാൾ നമ്മുടെ ആന്തരികതയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവനാണ് ഈ ഇമ്മാനുവേലായ യേശു. അതുകൊണ്ട് അവൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെയും അവന് നല്ല ബോധം ഉണ്ടായിരുന്ന അവൻ ദൈവമാണെന്ന്. ഞാൻ അത് പറയാൻ കാരണം, ഇപ്പോഴും പല സെമിനാരികളിലും പ്രഗത്ഭരായ പ്രൊഫസർമാർ യേശുവിനുണ്ടായ ദൈവവിളി അനുഭവമാണ്, ഒരു ബോധോദയമാണ്, ഒരു ശ്രീബുദ്ധനുണ്ടായ പോലത്തെ ഒരു ബോധോദയം കിട്ടിയതാണ് മാമോദീസ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ ഈ വലിയ വലിയ പണ്ഡിതന്മാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണം. അവർ കേൾക്കില്ലെന്ന് അറിഞ്ഞുകൂടാ. അവർ വലിയ അറിവ് ഉള്ളവരാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കേൾക്കണമെന്നില്ല. എന്നാലും അയച്ചു കൊടുക്ക്. എന്നിട്ട് പറയേ, നിങ്ങൾക്കെതിരെ മാണിപ്പറമ്പച്ചൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടിട്ട് മാണിപ്പറമ്പച്ചൻ തെറ്റാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുത്തോ, എന്നൊന്ന് കുറ്റപ്പെടുത്തി പറഞ്ഞു നോക്ക്. അപ്പോൾ ചിലപ്പോൾ അവർ കേൾക്കാൻ സാധ്യതയുണ്ട്. എന്താണ് മാമോദീസ എന്ന് മനസ്സിലായോ? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതൊന്ന് ആവർത്തിക്കുകയാണ്. പൗരത്വ സഭകളിൽ ജോർദാൻ നദിയെ അവതരിപ്പിക്കുന്നത് കറുത്തുരുണ്ട ഒരു കബറിടമായിട്ടാണ്.
എല്ലാ വശത്തും അഗ്നി വരുന്ന ഒരു കബറിടമായിട്ട് ജോർദാൻ നദിയെ. കാരണം എന്താണ്? പാപമാണത്, നരകമാണത്. ആ നരകത്തിലേക്കാണ് യേശു ഇറങ്ങുന്നത്. കാരണം പാപികളായ മനുഷ്യർ ആ ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി അവരുടെ പാപങ്ങൾ അവിടെ ഏറ്റു പറഞ്ഞപ്പോൾ ആ നദി തന്നെ നരകമായി തീർന്നു. ആ നരകത്തിലേക്ക് യേശു ഇറങ്ങുകയാണ്. എന്നിട്ട് പാപം മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച് അതുമായിട്ട് പിതാവിൻ പക്കലേക്ക് ഉയർന്നിട്ട് പറയാണ്, പിതാവേ ഇവരെ രക്ഷിക്കണേ. പിതാവ് പറയാണ്, നീയാണ് എൻ്റെ പുത്രൻ, നീയാണ് എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ, നിന്നിൽ ഞാൻ സാധിച്ചിരിക്കുന്നു, നീ അവർക്ക് വേണ്ടി മരിക്കുക. അപ്പോഴാണ് സർവ്വനീതിയും പൂർത്തിയാക്കാൻ എനിക്ക് കഴിയൂ. അതായത് ഇരയോട് അനീതി ചെയ്യാതെ വേട്ടക്കാരോട് ക്ഷമിക്കണമെങ്കിൽ പകരം ഒരു ജീവൻ വേണം. ആ ജീവൻ നീ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ മനുഷ്യവർഗ വംശത്തെ രക്ഷിച്ചോളാം. ഇതാണ് പിതാവും പുത്രൻ തമ്മിലുള്ള സംഭാഷണം. കാളക്കിടാങ്ങളുടെയും കോലാടും രക്തം കണങ്ങൾ സംപ്രീതനായില്ല, അങ്ങ് എനിക്കൊരു ശരീരം സജ്ജമാക്കി, ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ. പുസ്തകച്ചുരുളിൽ എഴുതിയിരിക്കുന്ന പോലെ ഇതാ ഞാൻ വരുന്നു അങ്ങയുടെ ഹിതം നിറവേറ്റാൻ. ഇത് മനുഷ്യാവതാരത്തിന് മുമ്പ് പുത്രൻ പിതാവിനോട് പറഞ്ഞു. അത് അങ്ങനെ തന്നെ ജോർദാൻ നദിയിൽ ആവിഷ്കരിച്ചതാണ്. നമുക്കൊരു വെളിപാടിന് വേണ്ടി, എപ്പിഫനിക്ക് വേണ്ടി ആവിഷ്കരിച്ചതാണ് യേശുവിന് മാമോദിസ കഴിഞ്ഞുള്ള ഈ ദൈവിക വെളിപാട്. നീണ്ടുപോയ പ്രഭാഷണമാണെങ്കിലും ഓരോ ഘടകങ്ങളും വായിച്ച് നിങ്ങൾ ധ്യാനിച്ച് നോട്ട് കുറിച്ച് ഇത് മറ്റുള്ളവർ പ്രസംഗിക്കണമെന്നും, അങ്ങനെ ഈ ജലസ്നാനമാണ്, നദിയിലേക്ക് ഇറങ്ങേണ്ട സ്നാനമാണെന്ന് പറഞ്ഞു നടക്കുന്ന പെന്തക്കോസ്തക്കാരെയും ദൈവസഭക്കാരെയും അങ്ങനെ സഭയിൽ നിന്ന് വിട്ടുപോയി കുറേ പേരുണ്ടല്ലോ, അവരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളിത് വായിച്ച് പഠിച്ച് അവരുടെ സംഭാഷണത്തിൽ ഏർപ്പെടുക, സൗമ്യമായി ശാന്തമായി. പിന്നെ ഈ പറഞ്ഞ പ്രൊഫസർമാർക്ക് മാനസാന്തരം വരാൻ വേണ്ടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക, കാണാൻ പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ എല്ലാവർക്കും ചേർന്ന് കർത്താവിൻ്റെ മരണത്തിൻ്റെ ആ പോരാട്ടമുണ്ടല്ലോ, സംഘർഷം, അതായത് സാത്താനുമായുള്ള പോരാട്ടം, അതിനു വേണ്ടിയാണ് നമ്മൾ മാമോദിസ സ്വീകരിച്ചെന്ന കാര്യം നമുക്ക് ഓർമ്മിക്കാനും ആ പോരാട്ടത്തിൽ ഏർപ്പെടാനും, അങ്ങനെ പോരാട്ടം കാണുമ്പോൾ വിശ്വാസത്തിൽ ഓടിപ്പോകുന്ന യുവാക്കളാകാതെ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന കർത്താവിൻ്റെ ആളുകളായി മാറാൻ ഈ വീഡിയോ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.